ഹായ് ഫ്രണ്ട്സ്, വളരെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റുള്ള ആനുകൂല്യങ്ങളും പദ്ധതികളും നമുക്ക് അംഗമാവാൻ വേണ്ടിയിട്ടും നമുക്ക് റേഷൻ കാർഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്ന കാര്യം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാന സർക്കാർ വീടില്ലാത്ത ആളുകൾക്ക് വീട് എത്തിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കണമെങ്കിൽ നമുക്ക് റേഷൻ കാർഡ് നിർബന്ധമാണ്. അപ്പോൾ കാർഡ് നമ്പർ വേണം, റേഷൻ കാർഡ് നിർബന്ധമാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവും. ജ്യേഷ്ഠാനുജന്മാരൊക്കെ താമസിക്കുന്നുണ്ടാവും, സഹോദരി സഹോദരന്മാര് താമസിക്കുന്നുണ്ടാവും. അവരെയെല്ലാം ഒരു കുടുംബമായി കണക്കാക്കി ഒരാൾക്ക് മാത്രമായിരുന്നു ലൈഫ് മിഷനിൽ അപേക്ഷ വെക്കാൻ കഴിയുക. അവർക്ക് ഒരു റേഷൻ കാർഡിന്മേൽ ഒരു അപേക്ഷ മാത്രമേ വെക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒന്നിലധികം റേഷൻ കാർഡ് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഒരേ വീട്ടു നമ്പറിൽ തന്നെ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റേഷൻ കാർഡ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ റേഷൻ കാർഡ് നൽകുന്നത് സിവിൽ സപ്ലൈസ് ഓഫീസർ നേരിട്ട് പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും. സഹോദരങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റേഷൻ കാർഡ് ലഭിക്കുകയും അത് മുഖേന ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയും ചെയ്യും. അത് വളരെയധികം ഗുണമുള്ള ഒരു കാര്യമാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.